നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണ വറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം പൂർവപാപത്തിൽ താപം പേരിടുന്നു ഞാൻ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു പൂർവപാപത്തിൽ താപം ഏറിടുന്നു രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും ദൈവത്തിൻ ആത്മാവ് എൻജീനിൽ വീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു കരുണ തോന്നണേ എന്നിൽ അറിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണ തോന്നണേ നാഥ അറിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണ വറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം എഴുന്നള്ളിടുവാൻ മടുത്തിടല്ല ദൈവമേ സ്നേഹവും കരുണയും ഒഴുകണേ നാഥ എഴുന്നള്ളിടുവാൻ മടുത്തിടല്ല ദൈവമേ സ്നേഹവും കരുണയും ഒഴുകണേ നാഥ പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടണേ വീണ്ടുമെന്നെ വഹിക്കണേ നീ വിരിച്ച ചിറകുകളിൽ എന്നമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണ വറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം കരുണയേകണേ നാഥ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണയേകണേ നാഥ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ എന്നമേറും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണ
തെറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ യേശുവന്റെ പ്രാണനാഥൻ യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം യേശുവന്റെ പ്രാണനാഥൻ യേശുവന്റെ ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവന്റെ മാർഗദീപം വിണ്ണിലേക്ക് തീർത്ഥയാത്ര യേശുവന്റെ മാർഗദീപം നീ എന്റെ മാനസം തോന്നുകില്ലേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ നീ എന്റെ മാനസം തോന്നുകില്ലേ നീ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ യേശുവന്റെ പ്രാണനാഥൻ യേശുവന്റെ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം യേശുവിന്റെ ദിവ്യനാമം ഹൃദയത്തിൻ ജീവജലം യേശുവിന്റെ ദിവ്യനാമം ഹൃദയത്തിൻ ജീവജലം ശാന്തി നൽകും പുണ്യതീർത്ഥം ശാന്തി നൽകും പുണ്യതീർത്ഥം
സ്നേഹരൂപം യേശുവൻ ജ്ഞാനദാനം യേശുവന്റെ ആത്മദാനം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം. പ്രതിസന്ധികളിൽ തളരാതെ പ്രത്യാശയോടെ മുന്നേറുവാനായി ഫാദർ ഷാജൻ മാത്യു രചിച്ച ഒരു ഗാനം നമുക്ക് ഒന്നിച്ച് ആലപിക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമായി. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം താതന്റെ സമ്മാനമായി. എൻ ജീവിതത്തിൽ നന്നായി വരാനായി എൻ പേർക്ക് താതൻ ഒരുക്കുന്നതായി. എൻ ജീവിതത്തിൽ നന്നായി വരാനായി എൻ പേർക്ക് താതൻ ഒരുക്കുന്നതായി. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളും വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല,
തീർന്നിട്ടില്ല. വേദവായനയ്ക്കായി 51 സങ്കീർത്തനമായി. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടുപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുചീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാവങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഖനനയാകും നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവമേ സ്തുതി. സർവശക്തനായ ദൈവത്തോട് നമ്മൾ അടുത്തു വരുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലുകൾ വഴുതിപ്പോയതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ഏറ്റവും അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഇടറിയ സാഹചര്യങ്ങളിൽ അവിടുന്ന് നമ്മളെ കൈവിട്ടില്ല, നമ്മളെ അധികമായി നമ്മളെ താങ്ങി. ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് അവിടുത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കഴിയും. അധികമായി ആരാധിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഒരു പാട്ട് പാടാം. എന്നോടൊപ്പം എല്ലാവരും പാടുക. ഓക്കെ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ എനിക്ക്
കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, എന്റെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. നിന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഉന്നത വിളിയാൽ വിളിച്ചുയർന്നേ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചുയർന്നേ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ദേതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കാൽ നൽകിടുന്നു. ദേതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കാൽ നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഒറ്റൊരു മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഒറ്റൊരു മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും. നീ മാത്രമെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനം. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. നമുക്ക് ഏറ്റവും പരിചയമുള്ളതായ, ദിനം ദിനം അനുവർത്തിക്കുന്ന, ഉരുവിടുന്നതായ വചനം. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്, മറന്നിട്ട്, ഒഴിവാക്കിയിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും എന്തായിരുന്നു, അതിൽ നിന്നും ഞാൻ വിട്ടകലാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല പറഞ്ഞത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനമാണിത് നമ്മളോട് സംസാരിക്കുന്നത്. എന്നെ ഏതെല്ലാം സൈഡിലേക്ക് തളർത്തിയോ വലിച്ചോ, ആ സൈഡുകളിൽ നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറി. മുന്നിലേക്കുള്ള വഴി എന്നെ ഇത്രത്തോളം സ്നേഹിച്ച, ചെളിയിൽ വീണ് കിടന്നതായ എന്നെ കരം പിടിച്ചുയർത്തി അവിടുത്തെ മാർവോട് ചേർത്തണച്ച ആ വലിയ സ്നേഹത്തിന് മുന്നിൽ ഇനി ഞാൻ എങ്ങനെ ആകണമെന്ന്
ഉള്ള ആ വലിയ ചിന്തയോടെ, ആ ലക്ഷ്യത്തോടെ മുന്നേറാൻ ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു. നമുക്കൊരു ചിന്ത വേണം, അങ്ങനെയുള്ള ഒരു പ്രത്യാശ വേണം. ആ പ്രത്യാശയിൽ മനസ്സുറയ്ക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഇന്ന് വരെയും നടത്തിയ ദൈവം നമ്മുടെ കുറവുകളിൽ താങ്ങിയിട്ട് ചവിട്ടി താഴ്ത്താതെ എന്തെല്ലാം ആകാവുന്ന സാഹചര്യങ്ങളിലൊക്കെ, വീഴാകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കരം പിടിച്ച് വഴി നടത്തി. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് മനസ്സിലാക്കേണ്ടത്? മുന്നോട്ട് ജീവിക്കാൻ. എൻ്റെ ജീവിതത്തിൽ 2012 വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വലിയ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന സമയത്ത് വലിയൊരു ആക്സിഡൻ്റ്. ഈ ആക്സിഡൻറ്റിൽ എൻ്റെ സ്കൂളിൽ, ഞാനൊരു ടീച്ചറാണ്, എൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾ, എൻ്റെ സ്കൂളിൽ നിന്ന്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് നിരന്തരം വിളിച്ച് ചോദിക്കുന്നു, ടീച്ചർ രക്ഷപ്പെടുമോ? വീണ സാഹചര്യത്തിൽ ബോധം നഷ്ടപ്പെട്ട് CT സ്കാനിന് വേണ്ടി കൊണ്ടു ചെന്നപ്പോൾ അവിടെ CT സ്കാൻ ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും മെഡിക്കൽ കോളേജിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർന്നു പോകും. ഡോക്ടറെ കാണാൻ പിന്നെ നിന്നില്ല, ആരോ താങ്ങെടുത്ത് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവർ സമയം പറഞ്ഞു. ഈ പറഞ്ഞ സമയത്തിൽ ദൈവത്തിന് ഒരു പക്ഷേ എന്നെ ഈ ലോകത്തു നിന്നും മാറ്റാമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഡോക്ടർമാർ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, ഒന്നുകിൽ കോമയിലായി പോകും അല്ലെങ്കിൽ മരിച്ചു. കാരണം തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി. അപ്പം 2 ഓപ്ഷനാണ് ഡോക്ടറിന് പറയാനുള്ളത്, ഒന്നുകിൽ കോമ അല്ലെങ്കിൽ മരണം. എന്നാൽ 12 ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാതെ ഡിസ്ചാർജായി. എൻ്റെ ഒരു മഹിമയല്ല, ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ്, പേരൻസ്, നാട്ടുകാർ, മക്കൾ, ഇവരെല്ലാം മക്കളാണ്. അവരുടെ സ്നേഹമാണ്, ജാതി മതഭേദമന്യേ അവരുടെ പ്രാർത്ഥനയാണ്. അന്ന് ഞാൻ ഒത്തിരി ദൈവത്തോട് നന്ദി പറഞ്ഞു. അവിടുത്തെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഫലമേൽപ്പിക്കുന്നു. ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. ഇത് പറയാൻ കാരണം, പട്ടുപോകാവുന്ന പല സാഹചര്യങ്ങളിലും ദൈവം കരം പിടിച്ച് ഓരോ നിമിഷവും നമ്മളെ സ്നേഹത്തോടെ, കുറവുകളെ കാണിച്ചു തരാതെ, കുറവുകൾ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട്, കുറവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ താഴ്ത്താതെ കരം പിടിച്ച് വഴി നടത്തുന്ന ആ വലിയ ദൈവം നമുക്കെന്തു പകരം കൊടുക്കാൻ കഴിയും? അതുകൊണ്ട് ഇന്നലത്തെ കുറവുകൾ നീക്കി ഒരു പോസിറ്റീവ് എനർജിയിലായിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് സമർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കാലിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചുറ്റിയിരിക്കുന്നതായ ചങ്ങല നമ്മൾ തന്നെ അഴിക്കണം. ആ ചങ്ങലയുമായി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പേ എവിടെ നിന്നോ യാത്ര ആരംഭിച്ചു. നമ്മൾ ആരംഭിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട്. ഓരോ നിമിഷം കഴിയുന്തോറും ഒരു സ്റ്റെപ്പ് ചേഞ്ച് ആകേണ്ടതായിട്ടുണ്ട്, ഒരു സ്റ്റെപ്പ് മുന്നേറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ
ഒരു സ്റ്റെപ്പ് പോലും മുന്നേറാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ്. ചേഞ്ച് ആവേണ്ടതെന്ന് നമ്മളാണ്. നമ്മളിലെ പോരായ്മകൾ എടുത്തു മാറ്റുക, നമ്മൾ ശോധന ചെയ്യുക. ഞാൻ ആരാണ്? എന്നിൽ എന്ത് ഗുണമാണുള്ളത്? എന്നിലെ ചങ്ങല എന്താണ്? എന്നിലെ ചങ്ങല എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ചങ്ങലയെ മറികടന്ന് മുന്നേറുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. ചങ്ങലയിലാക്കിയിരിക്കുന്നത് ഒരു പൈശാചികതയാണ്. ഒന്ന് നമ്മുടെ സംസാരമായിരിക്കാം, നമ്മുടെ നോട്ടമായിരിക്കാം, നമ്മുടെ ചിന്തകളായിരിക്കാം, നമ്മുടെ കേൾവിയായിരിക്കാം. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന വേണ്ട വിധം നമ്മൾ ഉപയോഗിക്കാത്ത കാരണത്താൽ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇടത്തും വലത്തും താഴെയും മീതയുമായി നമ്മളെ കരുതിക്കൊണ്ടിരിക്കുന്ന ആ നല്ല ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കണം. കാലങ്ങളേറെയുള്ള ആ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് മരിക്കുന്നത് വരെ എന്തായാലും ജീവിച്ചു പറ്റും. അതാണ് കാലങ്ങളേറെയുള്ള നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഒരമ്മയായിട്ട് ജീവിക്കാനാണ്. അമ്മയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? മക്കളുണ്ടോ? മക്കളോടുള്ള എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഒരു ഭർത്താവാണോ? ഭർത്താവിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ടീച്ചറാണോ? ടീച്ചറിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വാർത്ഥത വെടിഞ്ഞ് ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി ജീവിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ ആരംഭിച്ചു വെച്ചതായിട്ടുള്ള ആ ഒരു സെന്റൻസ്, ജീവിതമാകുന്ന സെന്റൻസ്, ആദ്യത്തെ അക്ഷരം എഴുതിക്കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ളതല്ല. ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തേ മതിയാവും. തുടങ്ങി വെച്ച സ്ഥാനത്ത് തന്നെ നിൽക്കാതെ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് തമ്പുരാന്റെ വചനമാകുന്ന ആയുധം എടുത്ത് ധരിച്ചുകൊണ്ട് അതിൽ ബലപ്പെട്ടുകൊണ്ട് മുന്നേറാനായിട്ട് പരിശ്രമിക്കണം. സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെ ചുറ്റിയിരിക്കുന്ന ആ ചങ്ങലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പശുക്കുട്ടി അതിനെ കെട്ടിയിരിക്കുന്ന ആ കെട്ടിൽ നിന്നുകൊണ്ട് എത്രത്തോളം ചുറ്റാൻ പറ്റും, എത്രത്തോളം കറങ്ങാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നാൽ നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായ ചങ്ങലയിൽ നിന്ന് വിമുക്തിയാകുമ്പോൾ നമുക്ക് യഥേഷ്ടം വചനവുമായി ദൈവകൃപയാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക്, ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക്, ഒരുപാട് നല്ലവരിലേക്ക് നമുക്ക് പറക്കാനായിട്ട് കഴിയും, നേടാനായിട്ട് കഴിയും, നല്ലത് നേടാനായിട്ട് കഴിയും. നമ്മുടെ തലയോട് ചേർത്ത് വെച്ച ആർക്കും എല്ലാവർക്കും തലയണ വെച്ചുറങ്ങുന്നത് ഇഷ്ടമാണല്ലേ? നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നതായ തലയണം ആണ് എന്ന് വിചാരിച്ച്, പില്ലോ ആണെന്ന് വിചാരിച്ച് ചേർത്ത് വെക്കുന്നതായ, നമ്മളെ ദുഷിക്കുന്നതായ, നമ്മളെ നശിപ്പിക്കുന്നതായ ആണെങ്കിൽ, അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് അടർത്തി മാറ്റണം. അതിനെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവിന്റെ നദി നമ്മളിലൂടെ ഒഴുകണം. ആത്മാവിന്റെ നദി നമ്മളിലൂടെ ഒഴുകണമെങ്കിൽ വചനം ആയുധമായി എടുക്കണം. വചനത്തിന്റെ ശക്തിയെ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വായിച്ചാൽ വചനത്തിന്റെ മീനിങ് ഒന്നും എനിക്ക് മനസ്സിലാകില്ല. ഞാൻ പറഞ്ഞതായ ഈ വചനം വേറൊരാൾ പറയുമ്പോൾ അതിൽ നിന്നും വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോഴും മനസ്സിലാക്കും ഞാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ മീനിങ് എത്രത്തോളം വലുതാണ്. അതുപോലെ അഗാധമായ അർത്ഥങ്ങളുള്ള, അഗാധമായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, വഴി നടത്തുന്ന
തമ്പുരാന്റെ വചനങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം വചനം ആയുധമായി എടുക്കണം. നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ലെസ് ലാംഗ്വേജ് മേക്സ് ട്രാവൽ മോർ കംഫർട്ടബിൾ. ലെസ് ലാംഗ്വേജ് മേക്സ്, കുറച്ച് സംസാരിച്ചു, കുറച്ച് മതി ലാംഗ്വേജ്. നമ്മുടെ ജീവിതം മുന്നേറുമ്പോൾ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത് കുറച്ച് സംസാരിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറണം. അത് നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനങ്ങൾ അധികമായി വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരിക്കലെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഇന്നത്തെ ദിവസം ഞാൻ എന്തായിരുന്നു, ഇന്നത്തെ ദിവസം ഞാൻ ആരായിരുന്നു, ദൈവത്തിന് എത്രത്തോളം എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്, പ്രയോജനപ്പെട്ടിട്ടുണ്ട്, പരിചയമല്ല പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദോഷം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ദോഷം ആഗ്രഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതെല്ലാം അസാധുവായി പോകും. ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്, നിന്റെ കാതങ്ങൾ, നിന്റെ ജീവിതമാകുന്ന കാതങ്ങൾ ഒരുപാട് പിന്നിടേണ്ടതായിട്ടുണ്ട്, ഒരുപാട് പിന്നിട്ടിട്ടുണ്ട്. പിന്നിടുമ്പോൾ ആത്മാർത്ഥമായി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി മുന്നേറണം, ദൈവത്തിൽ സമർപ്പിക്കണം. ദൈവവചനത്തിൽ ജീവിതം സമർപ്പിച്ചാൽ പിശാചിനെ തൊടാൻ നമ്മളെ കഴിയുകയില്ല. എന്താണ് പിശാച്? എന്താണ് പിശാച്? നമ്മളെ പുറകോട്ട് പിടിക്കുന്ന എല്ലാം പിശാചാണ്. രണ്ട് ശക്തിയാണ് ലോകത്തിലുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ ശക്തി, രണ്ട് പിശാചിന്റെ ശക്തി. പൈശാചിക ശക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് അതിനുള്ള ശക്തി വേണം. ദൈവിക ശക്തി കൊണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നോ, അവിടെ പിശാചുണ്ട്, യാതൊരു സംശയമില്ല. എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ്? നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് മാത്രം സംസാരിക്കുക, നല്ലത് വരട്ടെ എന്ന് സംസാരിക്കുക, നല്ലത് കൊടുക്കുന്ന കാര്യം സംസാരിക്കുക. പോകുന്ന വഴിക്ക് നീ സൂക്ഷിക്കണേ, അത് സൂക്ഷിക്കണേ, ഇത് സൂക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ജീവിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക. നമ്മൾ നെഗറ്റീവ് സംസാരിക്കുമ്പോൾ ഒരാളിനോട് രണ്ട് വട്ടം അത് രണ്ടിലധികം ഒന്നോ അതിലധികവും പ്രാവശ്യം പറയുമ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മളിൽ ഒരു ആകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ സംഭവിക്കുന്നു. ഒരാളിനെ കുറിച്ച് മോശമായിട്ടൊന്നും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ദോഷം കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അത് പറയുമ്പോഴത്തേക്ക് ആ ആളില് നമ്മളിൽ അതിലുപരിയായിട്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നു. ആ നെഗറ്റീവ് എനർജി ഗർഭം ധരിച്ച് പിശാചിനെ പ്രസവിക്കുന്നു. ആ വ്യക്തിയിൽ അതിലുപരിയായി പറയുന്ന നമ്മൾ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കാതെ ഇന്ന് രാത്രി ദൈവത്തോട് പറ്റിച്ചേർന്ന് അവിടുത്തെ ഹിതമനുസരിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവഹിതം മനസ്സിലാക്കുമ്പോൾ വചനം കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തണം.
ഇന്നത്തെ രാത്രി സമയം എന്നെ ദൈവകരങ്ങളിലേക്ക് അവിടുത്തെ ഇഷ്ടപ്രകാരം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സമയം ഇത്രയും അങ്ങേ പാടി ആരാധിപ്പാനും അവിടുത്തെ ശബ്ദം കേൾപ്പാനും ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 2-3 പേർ എൻ്റെ നാമത്തിലൂടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ രാത്രി നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ഞങ്ങൾ ആശയോടെ കർത്താവെ ഈ കർത്തൃ ദിവസം അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ ആശയോടെ നോക്കുന്നു. നാഥാ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലേക്ക് തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. അവിടുത്തെ വത്സരമായ വചനം ഞങ്ങളുടെ മധ്യത്തിൽ ക്രിയ ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനം, കഴുകുന്ന വചനം, ജീവിപ്പിക്കുന്ന വചനം, ബന്ധനങ്ങൾ അഴിക്കുന്ന വചനം, കർത്താവെ ഞങ്ങളെ വിടുവിക്കുന്ന വചനം, ഹല്ലേലൂയ, ഞങ്ങളുടെ കേടുകളെല്ലാം മാറ്റുന്ന വചനം, കർത്താവെ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തീയുടെ വചനം ഞങ്ങൾക്ക് ഫലമേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തി സ്വർഗീയ ആലോചനകൾ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓൺലൈൻ വഴിയായി കർത്താവെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. നിന്റെ സന്ദർശനം അവരുടെ അരികിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നാളുകൾ കർത്താവെ അന്ത്യകാലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകൾ, കർത്താവെ നിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല നാളുകൾ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് നീ തന്നതിന് നന്ദി. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഹല്ലേലൂയ. അവിടെ നിന്ന് ഉണ്ടാക്കിയ ഈ ദിവസം ഞങ്ങൾക്ക് സന്തോഷിച്ച് ആനന്ദിപ്പാൻ തന്ന നല്ല കൃപയ്ക്കായി നന്ദി. ഹല്ലേലൂയ. കിടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞകരം വയ്ക്കണമേ. ഓരോരുത്തരുടെ ഭാരങ്ങൾ മാറ്റണമേ. കർത്താവേ, അവിടെ ഹൃദയത്തിനുള്ളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ അവിടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങൾക്ക് നിന്റെ ജീവൻ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗത്തിന്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ. നദി പോലെ എന്നിൽ ഒഴുകണമേ. അത് മുട്ടോളം അരയോളം എന്നിൽ കവിയണമേ. അത് മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, എന്നും കൂടെ ഇരിപ്പാൻ എൻ്റെ ഉള്ളിൽ വന്നവനെ, തന്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനെ, എന്നും കൂടെ ഇരിപ്പാൻ എൻ്റെ ഉള്ളിൽ വന്നവനെ, തന്റെ ജ്ഞാനം നൽകാൻ എന്നിൽ വന്നു വസിച്ചവനെ, സമാധാനം നൽകി ആശ്വാസം നൽകി എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥ,
എന്നെ ബലപ്പെടുത്തുന്ന നല്ല നാഥാം സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ, അത് മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ, അത് മുട്ടോളം മരയോളം എന്നിൽ കവിയണമേ, നീന്തിട്ടല്ലാതെ കാടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ നാളുകളിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാവുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം തികച്ചും ഒരു യാഥാർത്ഥ്യമെന്ന് നാം ഈ നാളുകളിൽ കാണുകയാണ്. നമുക്ക് ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് സ്വർഗത്തിലെ ഒരു വിശേഷതയുള്ള കുളത്തെക്കുറിച്ച് ഇന്ന് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ വിശേഷതയുള്ള ചില കുളങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഡേവിഡ് വിയറിംഗ് എ ലിനൻ എഫോദ് ഡാൻസ്ഡ് ബിഫോർ ദ ലോർഡ് വിത്ത് ഓൾ ഹിസ് മൈറ്റ്. അതെ, ഇവിടെ ദാവീദ് രാജാവ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദായിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവൻ നാഹോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. അതെ, ദൈവത്തിന്റെ പെട്ടകം ഒരു ഭവനത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ 2 മക്കളാണ് ഉസ്സയും അഹ്യാവും. ഉസ്സ ഈ ദൈവത്തിന്റെ പെട്ടകം ആ കാളയുടെ മുകളിൽ, കാള വലിച്ചുകൊണ്ട് പോകുന്ന ആ വണ്ടിയിൽ, ആ പുതിയ വണ്ടിയിൽ വെച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ കാള വിരണ്ടത് നിമിത്തം പെട്ടകം താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ ഉസ്സ ചാടിക്കേറിയ പെട്ടകത്തിൽ പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഉസ്സയിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല.
ദൈവത്തിൽ പ്രസാദിക്കാതിരുന്നത് കൊണ്ടാണ് ആ പ്രിയ മകൻ ആ പെട്ടകത്തിൽ കയറി പിടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ സംഭവത്തെ തുടർന്ന് ദാവീദ് യഹോവയെ ഭയപ്പെടുകയാണ്. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് യഹോവയുടെ പെട്ടകം നിമിത്തം നാശം വന്നു എങ്കിൽ ഒരാളുടെ കുടുംബത്തിൽ യഹോവയുടെ പെട്ടകം ഇരുന്നപ്പോൾ 3 മാസം ഇരുന്നപ്പോൾ അവിടെ യഹോവയുടെ അനുഗ്രഹം ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ്-ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. അതെ, 3 മാസക്കാലം ദാവീദ് പരീക്ഷിച്ചു. ഈ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ അവന്റെ കുടുംബത്തിന് അനുഗ്രഹം ലഭിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ധൈര്യപൂർവം തന്റെ നഗരത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുവാൻ ദാവീദ് പോവുകയാണ്. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ കിളിവാതിലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് മീഖലിനോട് പറയുകയാണ്, യഹോവയുടെ ജനമായി ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതെ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വം ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ ശൗലിന്റെ മകളായ മീഖലിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. അതെ, ഇവിടെ മീഖലിന് തലമുറ ഉണ്ടാവാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ദൈവത്തെ ആരാധിക്കുന്ന ദൈവപുരുഷന്മാരെ ചെറുതായി കാണുക, അത് വലിയൊരു പാപമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവം കാണുക. ദാവീദ് രാജാവ് യഹോവയുടെ പെട്ടകത്തിന് മുമ്പാകെ നടന്ന് നൃത്തം വെക്കുകയാണ്. അതെ, അതൊരു അനുഗ്രഹത്തിന്റെ പെട്ടകമാണ് പ്രിയപ്പെട്ടവരെ. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ പെട്ടകം? അതിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലുള്ള ഈ വിശുദ്ധ ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സാന്നിധ്യമാവുന്ന ഈ പെട്ടകം. ഈ പെട്ടകം നിങ്ങൾ എത്രമാത്രം ആദരപൂർവ്വം ഈ പെട്ടകത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നടക്കുവാൻ, കൊണ്ടുപോയി വെക്കുവാൻ, കൊണ്ടുപോയി വായിക്കുവാൻ, കൊണ്ടുപോയി ധ്യാനിക്കുവാൻ കഴിയുമെങ്കിൽ ഈ പെട്ടകത്തിൽ കൂടി നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ദൈവവചനം ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നാം വായിച്ച് കേൾക്കുന്നുണ്ട്. സ്വർഗവുമായി ചിന്തിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ മനോഹാരിതകൾ കാണുമ്പോൾ അവിടെ നൃത്തം നമുക്ക് ചെയ്യുവാൻ തോന്നും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ചില ദർശനങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നാളുകളിൽ. അതിന്റെ ഒരു ഭാഗമാണ് സ്വർഗരാജ്യത്തിലെ കുളത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അതെ, ജീവജലം സൗജന്യമായി നൽകുകയാണ്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. The Spirit and the bride say, Come, and let him who hears say,
Come, whoever is thirsty, let him come, and whoever wishes, let him take the free gift of the water of life. അതെ, ജീവജലം സൗജന്യമായി നൽകുന്നു. സ്വർഗരാജ്യത്തിൽ ജീവജലം, പളുങ്കിൻ നദികൾ. ഈ 22-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അതെ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി. ആ നദിയിൽ നിന്ന് നമുക്ക് ആവോളം വെള്ളം കോരി കുടിക്കാം എന്നാണ് പ്രിയപ്പെട്ടവരുടെ ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ വളരെയധികം വെള്ളമുണ്ട്. ഈ കുളത്തിലെ വെള്ളം സ്ഫടിക തുല്യമാണ്, വജ്രം പോലെ തിളങ്ങുന്നതുമായിരിക്കും. ദൈവവചനമാകുന്ന വെള്ളത്തെയാണ് ഈ കുളം വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാകുന്ന കുളം ആവോളം നമുക്ക് കോരി കുടിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വളരെയധികം വെള്ളമുണ്ട്. ഈ വെള്ളത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവത്തെ നൃത്തം ചെയ്ത് പാടി ആരാധിക്കുക തന്നെ ചെയ്യും. എന്താണ് കാരണം? സ്വർഗത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ കാരണം എന്താണ്? നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we confess our sins, he is faithful and just and will forgive us our sins and purify us from all unrighteousness. അതെ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ നാം ഏറ്റു പറയാറുണ്ടോ? ഇന്ന് അനേകർ പാപത്തിന് മൂലം പാപങ്ങളോർത്ത്, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്ന പാപങ്ങളോർത്ത് നിരാശപ്പെട്ട് കഴിയുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിയാൽ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരമുണ്ട്. അവനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ സകല പാപവും നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ഓരോ ആത്മാവിനും അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും, അവിടെ ആ നദിയിൽ അഴുക്ക് നിറഞ്ഞതായ ഒരു നദി കാണാൻ സാധിക്കും. കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇതെന്താണ് ഈ നദിയിൽ നിറച്ച് അഴുക്ക് വരാൻ കാരണം എന്തെന്ന്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവിടെ കടന്നു വരുന്ന ഓരോ ആത്മാക്കളെയും എന്റെ രക്തത്താൽ അവരെ കഴുകിയതിന്റെ പാപക്കറയാണ് ആ സ്വർഗ നദീ തീരത്ത് ആ കാണാൻ കഴിയുന്ന ആ മലിനമായ, ആ രക്തം പുരണ്ടതായ, കറ നിറഞ്ഞതായ ആ നദിയിലെ വെള്ളം എന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ പാപക്കറകളാണ് എന്ന്. അതെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഓരോ ആത്മാവിനും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിന് അരികിലേക്ക് കടന്നു ചെല്ലാം. അവൻ നമ്മെ ശുദ്ധീകരിക്കും, അവൻ നമ്മെ കഴുകും. നമുക്ക് ചേർന്ന് പാടാം, രക്ഷകൻ യേശുവിൻ സന്നിധിയിലേക്ക് കടന്നു വരുവിനെന്ന് നമുക്ക് ചേർന്ന് പാടാം. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനെ നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ.
മരണബന്ധനങ്ങളെ വിട്ടുപോരു നീ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനെ നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവനുയരേകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവനുയരേകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. മരണബന്ധനങ്ങളെ വിട്ടുപോരു നീ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിൻ വിലയേകുവാൻ ജീവരക്തമേഘനായി ചൊരിഞ്ഞുവല്ലോ. ജീവരക്തമേഘനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമാകയും അനുതാപത്തോടേറ്റു പറയുവിൻ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമാകയും അനുതാപത്തോടേറ്റു പറയുവിൻ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, മരിച്ച ലാസറിനെ അവൻ ജീവൻ വിളിപ്പിച്ചു. അവന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമായ ദൈവം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അതിനെ യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സത്യമായിട്ടും യേശു പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക തന്നെ വേണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വെള്ളത്താലുള്ള വീണ്ടും ജനനം ലഭിക്കണം. ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായും ഇവിടെ പറയപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുക തന്നെ ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലനാലും യോഹന്നാൻ സ്നാപകനാൽ നമ്മുടെ കർത്താവ് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. സ്നാനം അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. സ്നാനപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ സ്നാനപ്പെടണമെന്ന്. ഹല്ലേലൂയ. അതിന് യേശു പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ നിങ്ങൾ മുങ്ങി ഹല്ലേലൂയ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ ജനിക്കുകയാണ്. ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ വെള്ളം ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധ
പരിശുദ്ധാത്മാവിനാലും നാം വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്കൊന്ന് വീണ്ടും ജനിക്കണമെന്ന്? ഹല്ലേലൂയ. ഇന്ന് ഈ വചനമാകുന്ന വെള്ളം നിങ്ങളുടെ മേൽ തളിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഇന്ന് ജീവൻ തരികയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇന്ന് വീണ്ടും ജനിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നാം സ്വർഗത്തിലെ കുഞ്ഞായി നാം ജനിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അനേകരുടെ വീണ്ടും ജനനത്തിന്റെ ദിവസമാക്കി മാറ്റട്ടെ അപ്പാ. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിൽ ജനിക്കുന്ന അനുഭവം, ഞങ്ങളുടെ ആത്മാക്കൾ സ്വർഗത്തിന്റെ ജീവൻ പകരുന്ന അനുഭവം. ഹല്ലേലൂയ. കർത്താവേ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് ജീസസ് said, I tell you the truth, no one can enter the kingdom of God unless he is born of water and the Spirit. And hallelujah. Jesus answered, I tell you the truth, no one can enter the kingdom of God. അതെ, ദൈവത്തിന്റെ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ രാജ്യത്തിൽ കിടക്കണമെങ്കിൽ unless he is born of water and the Spirit. ഹല്ലേലൂയ. വാട്ടർ ആൻഡ് സ്പിരിറ്റ്, അതെ, വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുവരെയും വെള്ളത്തിൽ മുങ്ങി സ്നാനം കഴിച്ചിട്ടില്ല എങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി, ഹല്ലേലൂയ, ആ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞുങ്ങൾ പലരും വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് ഞാൻ അവർക്കായി മടങ്ങി വരികയില്ല എന്നാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം നമ്മുടെ യേശു മടങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് ജനം ചിന്തിക്കുന്നത് യേശു എങ്ങും മടങ്ങി വരികയില്ല. ഇന്ന് 2025 വർഷങ്ങളായി യേശു വരും എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇരിക്കുന്നു എന്നാണ് കരുതുന്നത്. എന്നാൽ യേശു പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ പലരും വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് ഞാൻ അവർക്കായി മടങ്ങി വരികയില്ല എന്നാണ്. എന്നാൽ അവർ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം യേശു മടങ്ങി വരും. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമെന്ന് വിളിച്ചറിയിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വിളിച്ചറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ സ്വീകരിച്ച് തന്റെ വരവിന് വേണ്ടി ജനം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെയും, ഹല്ലേലൂയ, എണ്ണിയാൽ തീരില്ലാത്ത പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു 5 പാപം വീതം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്ര പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായത്തോട് ചേർത്ത് ആ പാപങ്ങളുടെ എണ്ണം ഒന്ന് എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എത്രയോ എണ്ണിയാൽ തീരില്ലാത്ത പാപങ്ങളാണ് നമുക്കുള്ളത്. ആ എണ്ണിയാൽ തീരാത്ത പാപങ്ങളുമായി കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്റെ പാപത്തിനെല്ലാം പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സകല പാപത്തിന് പരിഹാരം യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. ഹല്ലേലൂയ. 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 എൻ്റെ എണ്ണിയാൽ തീരില്ലാത്ത പാപങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ യേശു ക്ഷമിച്ചു തന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവന്റെ നാമം പ്രകീർത്തിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ ക്രൂശിന്റെ മറവിൽ ഞാൻ മറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സകല പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം എൻ്റെ യേശു ക്രൂശിന്മേൽ വഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. യേശു, ഞാൻ ഏൽക്കേണ്ട ശാപമെല്ലാം ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ശാപഗ്രസ്തനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ശാപങ്ങളെല്ലാം എൻ്റെ പിതാവാം ദൈവം യേശുവിന്റെ മേലാക്കി. ഹല്ലേലൂയ. മരത്തിന്മേൽ തന്റെ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവാം ദൈവത്തിന് ഇഷ്ടം തോന്നി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ സകല പാപങ്ങളും സകല രോഗങ്ങളും സകല ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം യേശുവിന്റെ ക്രൂശിന്മേൽ പിതാവാം ദൈവം സമർപ്പിച്ചിരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫ്രീ ആക്കുവാൻ, നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ കൂടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. അതാകുന്നു സുവിശേഷം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശിൽ കൂടി മാത്രമാണ് രക്ഷ. ഹല്ലേലൂയ. മറ്റ് ഒരു നന്മ പ്രവൃത്തികളും കൊണ്ടും അല്ല പ്രിയപ്പെട്ടവരെ നാം സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് നമ്മുടെ നന്മ പ്രവൃത്തികളല്ല. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലുള്ള വിശ്വാസവും യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയവുമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11, 12, 13, 14 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 11-ാം വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. He came to that which was his own, but his own did not receive him.
സ്വന്തമായവരോ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. എന്താണ് നാം വായിച്ചു കേട്ടത്? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല. എന്നാൽ നമുക്ക് ഈ തലമുറയിൽ എന്താണ് പ്രിയപ്പെട്ടവരെ കിട്ടിയ ഭാഗ്യം? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെ, ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരമാണ് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ കൈക്കൊള്ളുകയും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യം. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം കിട്ടുന്നു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതേ, സ്വർഗത്തിന്റെ തേജസ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമ്മിലേക്ക് പകരപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ഹൃദയത്തിൽ ദൈവ തേജസ് നിറയണമെന്ന്? ഹല്ലേലൂയ! എത്ര പേർക്ക് ആഗ്രഹമുണ്ട് തേജസ്സാവുന്ന യേശുവിനെ എന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ലഭിക്കണമെന്ന്? ഹല്ലേലൂയ! ഈ സമയം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുമെങ്കിൽ, അവന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ! ഏവർക്കും ഒറ്റ ക്ലോസേ വെച്ചിട്ടുള്ളൂ: അവനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കാമെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ! To all who received him, to those who believed in his name, he gave the right to become children of God. Children born not of natural descent, nor of human decision or a husband's will, but born of God. The Word became flesh and made his dwelling among us. We have seen his glory, the glory of the one and only who came from the Father, full of grace and truth. അതെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്വമനസ്സോടെയാണ് നമുക്ക് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞത്. എന്നാൽ കർത്താവിന്റെ ഈ സ്നേഹത്തെ അനേകർ മനസ്സിലാക്കുന്നില്ല. സ്വന്തം മനസ്സോടെ ആ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ യേശു. ഹല്ലേലൂയ! അവൻ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്നു. ഹല്ലേലൂയ! യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലും അധികാരത്തിലും വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല തന്നെ. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തി? ഹല്ലേലൂയ! യേശു സ്വന്തം മനസ്സോടെ നമുക്ക് വേണ്ടി തന്റെ രക്തം ചീന്തി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ! ചൊരിഞ്ഞു തന്നിരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ ഈ സ്നേഹത്തെ അനേകർ മനസ്സിലാക്കുന്നില്ല. അതേ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാമും മറന്ന്, ഹല്ലേലൂയ, യേശുവിനെ നാം വീണ്ടും ക്രൂശിച്ചവരാണ് പലപ്പോഴും. ഹല്ലേലൂയ! വീണ്ടും യേശുവിന്റെ കാലുകളിലേക്ക് കാരിരുമ്പാണികൾ അടിച്ചവരാണ്. അവന്റെ കൈകളിലേക്ക് കാരിരുമ്പാണികൾ വീണ്ടും അടിച്ചവരാണ്. ഹല്ലേലൂയ! അവന്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തിയവരാണ് നാം പലപ്പോഴും. ഹല്ലേലൂയ! ഓ ഹല്ലേലൂയ! യേശുവിന്റെ ആ ശിരസിലേക്ക് നാം മുൻമുടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ! യേശുവിനെ നാം പലപ്പോഴും ക്രൂശിക്കുന്നവരാണ്. ഹല്ലേലൂയ! എന്നാൽ യേശുവിന്റെ ഈ സ്നേഹത്തെ അനേകർ മനസ്സിലാക്കുന്നില്ല എന്ന് യേശു സങ്കടത്തോടെ ഇരുന്ന് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും നമ്മുടെ മണവാട്ടി, നമ്മളെ ഓരോരുത്തരെയും അവന്റെ മണവാട്ടിയാക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! നമ്മളെ അവന്റെ മണവാട്ടികളായി അവൻ ഇരിക്കുന്ന അതേ സ്ഥാനത്ത് നമ്മളെയും ഇരുത്തുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവന്റെ ആ തേജസ്സുള്ള ആ പൊന്നുമുഖം കാണണ്ടേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് തേജസ്സിൽ യേശുവിൻ പൊന്മുഖം നമുക്ക് കാണണം. ഹല്ലേലൂയ! തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആദന്നാശയേ, ആദന്നാനന്ദമേ,
ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ, ആദൻ ആശയേ, ആദൻ ആനന്ദമേ, ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആനന്ദദായകന എൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എൻ്റെ അല്ലലാകെ അകന്നീടും എനിക്കാനന്ദമേ യുഗായുഗം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമാം വീട്ടിലൻ സേവകർ ദൈവദൂതരല്ലോ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും, ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ഈ മണ്ണിലെന്റെ ക്ലേശം അല്പകാലം മാത്രം, വാഞ്ഞു പോമതുക്കിനാവു പോ. ഈ മണ്ണിലെന്റെ ക്ലേശം അല്പകാലം മാത്രം, വാഞ്ഞു പോമതുക്കിനാവു പോൽ. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമെൻ പ്രിയനെന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമെൻ പ്രിയനെന്നു നൽകിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. എത്ര ഭാഗ്യമെൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. എത്ര ഭാഗ്യമെൻ ജീവിതത്തിനേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. അവനെന്റെ ഉപനിധി കാത്തിടും, വാനമേഘത്തിൽ എന്നെ ചേർത്തിടും. അവനെന്റെ ഉപനിധി കാത്തിടും, വാനമേഘത്തിൽ എന്നെ ചേർത്തിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആദൻ ആശയേ, ആദൻ ആനന്ദമേ, ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആദൻ ആശയേ, ആദൻ ആനന്ദമേ, ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമുക്ക് തേജസ്സോടെ കാണണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹൃദയത്തെ ചില ദുഃഖങ്ങൾ, കർത്താവിൻ്റെ ഹൃദയം വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പലരും യേശുവിനെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ പലരും എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നില്ല. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് തികച്ചിരിക്കുകയാണ്. യേശു പറയുകയാണ്, ഞാൻ എല്ലാം തികച്ചിരിക്കുകയാണ്. എന്നാൽ പലരും എന്നെ വിശ്വസിക്കുന്നില്ല. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം അവൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ വിശ്വസിക്കുന്നില്ല എന്ന്. അതുപോലെ വിശ്വസിക്കുന്ന അനേകരും അവൻ്റെ യേശുവിനെ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന പലരും തൻ്റെ വചനപ്രകാരം ജീവിക്കുന്നില്ല എന്നാണ് യേശുവിൻ്റെ സങ്കടം. പ്രിയപ്പെട്ടവരെ, അതെ, പലപ്പോഴും നാം വചനപ്രകാരം ജീവിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഏറ്റു പറയണം, കർത്താവേ, ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്. ഹല്ലേലൂയ. നിന്റെ വചനപ്രകാരം ഞങ്ങൾ ജീവിച്ചിട്ടില്ല അപ്പാ. നിന്റെ ഹൃദയം എന്നും ദുഃഖിക്കുന്നത് ഞങ്ങളെ അറിയിക്കുന്നല്ലോ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം തരുവാൻ ഞങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വേദനിപ്പിക്കാൻ മാത്രം അറിയാവുന്ന പ്രകൃതം. ഹല്ലേലൂയ.
അപ്പാ, സ്വർഗത്തിലെ അപ്പൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മക്കൾ, ഹല്ലേലൂയ, അവൻ്റെ ഹൃദയം ഇന്ന് സങ്കടപ്പെടുകയാണ്. യെരൂശലേമിനെ നോക്കി കർത്താവ് കരഞ്ഞു. ഹല്ലേലൂയ. ശിഷ്യന്മാർ തന്നെ മനസ്സിലാക്കാതെയും ഒരു മണിക്കൂർ പോലും തന്നോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഹൃദയം നൊന്തു. ഹല്ലേലൂയ. യേശു തൻ്റെ ഹൃദയം നൊന്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. യെരൂശലേമിനെ നോക്കി പലപ്പോഴും കർത്താവ് കരയുന്നുണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാർ തന്നെ മനസ്സിലാക്കാതെയും ഒരു മണിക്കൂർ പോലും കർത്താവിനോടൊപ്പം ഉണർന്നിരുന്ന് അവർക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. അതോർത്ത് അവൻ്റെ ഹൃദയം നൊന്തു. അതുപോലെ പത്രോസ് തള്ളി പറഞ്ഞപ്പോഴും യൂദ കാണിച്ചു കൊടുത്തപ്പോഴും ഒക്കെ തൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചു. കർത്താവ് എല്ലാം ചെയ്തിട്ടും തൻ്റെ ജനം തന്നെ തള്ളിക്കളയുമ്പോൾ തൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് വേദനിക്കുന്ന ഹൃദയവുമായി യേശു ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഹൃദയത്തിൽ ഇവിടുത്തെ കുന്തം കൊണ്ടുള്ള കുത്ത് യേശു സഹിച്ചു. അതിലും വലിയ വേദനയാണ് പലപ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിന്. ഹല്ലേലൂയ. അവൻ്റെ ആ മുറിവുകളിൽ നിന്ന് പലപ്പോഴും രക്തം പൊടിയാറുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ് ചൂണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പിശാചിൻ്റെ എല്ലാ പ്രവൃത്തിയെയും അന്ധകാരത്തെയും ലോകത്തെയും ജയിക്കുവാനുള്ള ഒരു പുതുവഴി യേശു തൻ്റെ രക്തത്തിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. പിശാചിൻ്റെ എല്ലാ പ്രവൃത്തിയെയും അന്ധകാരത്തെയും ലോകത്തെയും ജയിക്കുവാനുള്ള ഒരു പുതുവഴി യേശു തൻ്റെ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൽ കൂടി നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ. വേദനിക്കുന്ന യേശുവിൻ്റെ ഹൃദയം യെരൂശലേമിനെ നോക്കി കർത്താവ് കരയുന്നു. ഹല്ലേലൂയ. സ്വന്തം നഗരത്തെ നോക്കി, ഹല്ലേലൂയ, താൻ പാർത്തിയ പട്ടണത്തെ നോക്കി യേശു കരയുകയാണ്. ശിഷ്യന്മാർ തന്നെ മനസ്സിലാക്കാതെയും ഒരു മണിക്കൂർ പോലും തന്നോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഹൃദയം നൊന്തു. അതേ ഗെത്സമനയിൽ നമുക്കറിയാം, കർത്താവ് വളരെ പ്രാണവേദനയിലായ സമയം. ശിഷ്യന്മാർക്ക് ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവർ ഉറക്കം തൂങ്ങുകയായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഹൃദയം നൊന്തു. ഹല്ലേലൂയ. പത്രോസ് 3.5 വർഷക്കാലം തന്നോട് ചേർന്ന് നടന്ന പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. യൂദ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഒറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തിട്ടും ഹല്ലേലൂയ യേശുവിൻ്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പറയാം, ആ ഹൃദയത്തിൽ ഒന്ന് ചായാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവൻ്റെ ഹൃദയത്തിന് നമുക്കൊരു ആശ്വാസം കൊടുക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. എന്താണ് അവിടെ കാണുന്നത്? സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുകയാണ്. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവർ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല.
എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു പുതിയ യെരൂശലേം. ഹല്ലേലൂയ. ഒരു പുതിയ യെരൂശലേം. Since you have kept my command to endure patiently, I will also keep you from the hour of trial that is going to come upon the whole world to test those who live on the earth. I am coming soon. Hold on to what you have, so that no one will take your crown. Him who overcomes, I will make a pillar in the temple of my God. Never again will he leave it. I will write on him the of my God and the name of the city of my God, the new Jerusalem, which is coming down out of heaven from my God. And I will also write on him my new name. He who has an ear, let him hear what the Spirit says to the churches. Hallelujah. പുതിയ യെരൂശലേം. ഹല്ലേലൂയ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, അതെ, ഈ വചനം കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനാണ്. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത്, അതെ, ഭൂതലത്തിൽ ഒരു പരീക്ഷാകാലം വരാൻ പോകുന്നു പ്രിയപ്പെട്ടവരെയും. അന്ന് ഞാനും നിന്നെ കാക്കുമെന്ന്. ഹല്ലേലൂയ. ഈ വചനം നീ കാത്തു സൂക്ഷിച്ചാൽ നിന്നെ കാക്കാമെന്ന് കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന്. അതെ, സ്വർഗത്തിൽ ചില കിരീടങ്ങൾ. ഹല്ലേലൂയ. സ്വർഗത്തിൽ കിരീടങ്ങളുണ്ട്. ഹല്ലേലൂയ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കുമെന്ന്. ഹല്ലേലൂയ. ഒരു തൂണ് പോലെ ഉറപ്പുള്ളവനാക്കി നിന്നെ സ്വർഗരാജ്യത്തിൽ നിർത്തുമെന്ന്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതുമെന്ന്. അതെ, പുതിയ യെരൂശലേം എന്ന അവന്റെ പേരെഴുതുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓ, നമ്മുടെ ആത്മാക്കൾക്ക് ലഭിക്കാൻ പോകുന്നതായ ഭാഗ്യം എന്തെല്ലാമാണ്! ഒരു പുത്തനാം യെരൂശലേം. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ട് പ്രിയപ്പെട്ടവരെ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം യേശു മഹത്വ പ്രത്യക്ഷതയോടെ പുതിയ യെരൂശലേം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്. ഞാനൊരു പുതിയ ഭൂമിയും ആകാശവും പുതിയൊരു ആകാശവും ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഇപ്പോൾ കാണുന്ന ഈ ഭൂമിയെല്ലാം കത്തിച്ചാമ്പലായി പോകും, തീക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം പുത്തനാം യെരൂശലേം എന്താണെന്ന്. ഹല്ലേലൂയ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. എത്ര പേർക്ക് കൊതിയുണ്ട്? ചേർന്ന് പാടാം. പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നീതി സൂര്യ ശോഭയാലും നല്ല ലീരുൾ മാറിടും. ഭീതിയുമാനീതിയുമങ്ങില്ലാലേശവും സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ. ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ. ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ.
ശോകം രോഗം യുദ്ധക്രുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. അതെ, എന്തെല്ലാം മാറുന്നു? ശോകം രോഗം യുദ്ധം ക്രുദ്ധജാതികളിൽ വിപ്ലവം എല്ലാം പോകും യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ എന്ന് ചേർന്ന് പാടാം പ്രിയപ്പെട്ടവരെ. ബുദ്ധനാമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നേടുവീർപ്പും ദുഃഖം നേടുവീർപ്പും സർവ്വവും തീർന്നിടും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. അതേ പ്രിയപ്പെട്ടവരെ, തേജസ്സേറുന്ന മോഹന കിരീടങ്ങൾ നമുക്ക് തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ആ മുൾക്കിരീടമെല്ലാം അവന്റെ ശിരസിന്മേൽ അണിഞ്ഞത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഹല്ലേലൂയ യേശു എന്തിനാണ് പ്രിയപ്പെട്ടവരെ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്? മൺമേരായ നമ്മെ ഹല്ലേലൂയ സ്വർഗീയരാക്കുവാൻ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ ആ പുത്തനാം യെരൂശലേമിൽ അവനോടൊപ്പം വാഴുവാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്, എനിക്കും ആ പുത്തനാം യെരൂശലേമിൽ യേശുവിനോട് ഒത്ത് ഹല്ലേലൂയ ആ യുഗങ്ങൾ യേശുവിനോടൊത്ത് ചേരണമെന്ന്. ഹല്ലേലൂയ. നിത്യനരകത്തിന്റെ ഭയാനകമായ തീയിൽ നിന്ന് ആരും പോകണ്ട എന്നാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ആരും നിത്യനരകത്തിന്റെ ഭയാനകമായ തീയിലേക്ക് ആരും വലിച്ചെറിയപ്പെടരുതെന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ സകലതും തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് അതിന് വേണ്ടത്? നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക മാത്രം മതി. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം തുറന്നു കൊടുത്താൽ അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് അവൻ കടന്നു വരും. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആളത്വത്തെ നിയന്ത്രിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ടപ്പാ, നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒന്ന് എഴുന്നള്ളി വരണമേ. രാജാതിരാജനായ യേശുവേ, നീ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ നിയന്ത്രിച്ച് ഭരിച്ച് നയിക്കണമേ. ഹല്ലേലൂയ. നീ ഞങ്ങളോടൊപ്പം രാജാവായി വാഴണമേ. ഈ ഭൂമിയിൽ യേശുവിന്റെ മണവാട്ടിയാവുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? മണവാളനായ യേശു മധ്യാകാശത്തിൽ തന്റെ മണവാട്ടിയാവുന്ന സഭയെ ഓരോരുത്തരെയും മണവാട്ടികളായി താൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ ഇരുത്തുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. താൻ ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന അതേ പ്ലേസിലാണ് മണവാട്ടിയെ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അപ്പന്റെ മണവാട്ടിയാകണമെന്ന്? യേശുവിന്റെ മണവാട്ടിയാകുവാൻ എത്ര പേർക്ക് ആഗ്രഹിക്കുന്നു? അപ്പാ, ഞങ്ങളെ ആത്മാവിൽ നിന്റെ മണവാട്ടിയാക്കി മാറ്റണമേ. അതിനുള്ള ഒരുക്കം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ഓ, കറയും കളങ്കവും ഇല്ലാത്ത മണവാട്ടികളായി, ശുഭ്രവസ്ത്രം ധരിച്ച മണവാട്ടികളായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ.
ആഭരണങ്ങളെല്ലാം ധരിച്ച് സ്വർഗീയമായ ആ വസ്ത്രവും ഹല്ലേലൂയ അപ്പ സ്വർഗീയമായ വസ്ത്രങ്ങൾ ധരിച്ച് തേജസ്സോടെ ഹല്ലേലൂയ ശോഭനമായ കിരീടങ്ങൾ തലയിൽ വെച്ച് ഹല്ലേലൂയ അവിടുത്തെ മണവാട്ടിയായി അവിടെ ഇരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളെയും ഇരുത്തുവാൻ അവിടുന്ന് ഞങ്ങൾ വിളിക്കുന്നുവല്ലോ അപ്പ. ആ പുത്രനാം യെരൂശലേമിൽ യേശുവിന്റെ മണവാട്ടികളായി ഹല്ലേലൂയ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അവനെ നിങ്ങൾ പ്രേമിക്കുന്നു. ഹല്ലേലൂയ യേശുവിനോടുള്ള നമ്മുടെ പ്രേമം എത്രമാത്രമുണ്ട്. ഹല്ലേലൂയ അപ്പ ഞങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം നിറയട്ടെ അപ്പ. ഹല്ലേലൂയ ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ അപ്പ നീ ഞങ്ങളെ സ്നേഹിച്ചു പിതാവാം ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. സ്വന്തം പുത്രനേക്കാൾ അധികമായി അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ അവിടുത്തെ പുത്രനെ സ്നേഹിക്കുന്നു അപ്പ. പിതാവാം ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു. സ്വർഗരാജ്യത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഉള്ളം നിനക്കായി തുറക്കുന്നു. സ്വർഗമേ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ ഞങ്ങളെ നിന്റെ രാജ്യമാക്കി മാറ്റണമേ. ഹല്ലേലൂയ സ്വർഗരാജ്യം തികച്ചും യഥാർത്ഥമെന്ന് ഞങ്ങളെ ഈ നാളുകളിൽ മനസ്സിലാക്കി തരുന്നതിന് നന്ദി അപ്പ. ഈ സമയം അത്രയും നീ ഞങ്ങളോട് ചന്തമായി ഇടപെട്ടതിന് നന്ദി. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ നീ ഞങ്ങളിൽ സ്നേഹമായി ഇറങ്ങണമേ. ഹല്ലേലൂയ ഓ നിന്റെ മണവാട്ടിയായി ഹല്ലേലൂയ ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ നിന്റെ രക്തത്താൽ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ നിർമ്മലീകരിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഓൺലൈൻ വഴിയായി ഈ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്നവരെ ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ. ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന് കർത്താവേ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. ഹല്ലേലൂയ കർത്താവേ, എല്ലാവരുടെ മേലും നിന്റെ മുറിഞ്ഞകരം വെക്കണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മാക്കളെ നീ ഒരുക്കണമേ. ഹല്ലേലൂയ മണവാട്ടികളായി കർത്താവേ സ്തോത്രം. മണവാളിനോട് ചേർന്ന് ഹല്ലേലൂയ ഒരു മണവാളിനോട് ചേർന്നിരിപ്പാൻ ഒരു മണവാട്ടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ അവന്റെ നെഞ്ചോട് ചേർന്നിരിപ്പാൻ, അവനോട് പറ്റി അവന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുവാൻ മണവാട്ടികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ അങ്ങനെ യേശുവിന്റെ മണവാട്ടിയാവുവാൻ അവൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ അതിന് വേറെ ഒന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ മലകൾ കയറാൻ പോകണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ തീർത്ഥയാത്രകൾ ചെയ്തുകൊണ്ടല്ല യേശുവിന്റെ മണവാട്ടിയാകുന്നത്. ഹല്ലേലൂയ ഒറ്റ കാര്യം മാത്രമേ യേശു പറയുന്നുള്ളൂ, എന്നെ കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മളെ മണവാട്ടിയാക്കുവാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ഉള്ള തുറക്കുക. ഹല്ലേലൂയ അവൻ നടന്ന് കയറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ യേശുവിന്റെ പള്ളിയാക്കി മാറ്റും. ഹല്ലേലൂയ യേശുവിന്റെ ആലയമാക്കി മാറ്റും. ഇതിൽ നിന്ന് ഹല്ലേലൂയ സത്യത്തിലും ആത്മാവരോടും ആരാധന നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവട്ടെ. ഓ ഹല്ലേലൂയ ഭാഷ നമ്മുടെ നാവിന്മേൽ വരട്ടെ. ഹല്ലേലൂയ നിങ്ങൾ ലജ്ജിക്കരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ പറഞ്ഞ യേശുവിനെ സ്തുതിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ഉള്ളിൽ വന്നാൽ ഹല്ലേലൂയ ജീവൻ തുടിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പ എന്ന് ഞങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ ജീവൻ പകരുകയാണ്. അവന്റെ രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. അവന്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നിരിക്കുന്നു. ഹല്ലേലൂയ ആ രക്തം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം. അവന്റെ ശരീരവും അവന്റെ രക്തവും പാനം ചെയ്യുന്നവരുടെ ഉള്ളിൽ ഹല്ലേലൂയ അവന്റെ ജീവനുണ്ട്. ഹല്ലേലൂയ നിങ്ങൾ അവന്റെ അപ്പവും വീഞ്ഞും നിങ്ങൾ പാനം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ എങ്കിൽ അവന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ നിങ്ങൾക്ക് അവന്റെ ശരീരവും രക്തത്തിന്റെയും ഭാഗഭാഗമാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. ഹല്ലേലൂയ ആ ജീവൻ നമ്മൾ തുടിക്കട്ടെ. ഹല്ലേലൂയ ജീവനുള്ള ഒരു സൈന്യമായി അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അനേകരെ ഒരുക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ അപ്പ സ്തോത്രം. ഈ സമയം എത്രയും അവിടെ ഞങ്ങളോട് ചന്തമായി ഇടപെട്ടതിന് നന്ദി അപ്പ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കിയതിന് നന്ദി. ഹല്ലേലൂയ ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്നവരുടെ ഭാരങ്ങളും ദുഃഖങ്ങളെല്ലാം അവിടുന്ന് എടുത്തു മാറ്റിയതിന് നന്ദി അപ്പ. സ്വർഗീയ സന്തോഷം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ അപ്പ സ്വർഗീയ ചിന്തകളാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അപ്പ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ എല്ലാം അവിടുന്ന് തികച്ചിരിക്കുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചതിന് നന്ദി അപ്പ. ഹല്ലേലൂയ അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നു അപ്പ. നന്ദി. ഹല്ലേലൂയ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറയ്ക്കണമേ. തുളിക്കപ്പെട്ട വിലാവിൽ ഞങ്ങൾ ഒളിപ്പിക്കണമേ. ഹല്ലേലൂയ കർത്താവേ നിന്റെ രക്തം ഞങ്ങൾക്ക് മുദ്രയായി നൽകണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ തെളിച്ചെഴുതി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപ്പ. കേൾപ്പിച്ച വചനങ്ങൾക്ക് നന്ദി കർത്താവേ. അപ്പ നിന്നെ പാടി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി. ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നതിന് നന്ദി കർത്താവേ. അപ്പ ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും നിന്റെ കരം വരണമേ. അപ്പ വീണ്ടും വീണ്ടും നിന്റെ മുറിഞ്ഞ കരം വെക്കണമേ. ഹല്ലേലൂയ അപ്പ സ്തോത്രം. അപ്പ സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ട ഓരോരുത്തരെയും അവിടെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെല്ലാം നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം അപ്പ. അടികൾക്കായി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ.
എല്ലാ മാസവും ഒന്നാമത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയുമാണ് നാം ഈ കാൽവരി തറവാടിന്റെ അങ്കണത്തിൽ നാം കൂടി വരുന്നത്. നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും പുതിയൊരാളെ കൂടി കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ഉത്സാഹിക്കുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.